पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम राम हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं बलं शुगमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 31 ശ്ലോകം 29 മുതൽ 33 വരെ വായിക്കാം. സഹദേഹേന മാനേന വർദ്ധമാനേന മന്യുനാ കരോതി വിഗ്രഹം കാമി കാമിഷ്യന്തായ ചാത്മനഃ ഭൂതൈ പഞ്ചഭിരാരബ്ധേ ദേഹേ ദേഹി അബുധോ അസകൃത് അഹം മമേത്യ സദ്ഗ്രാഹ കരോതി കുമതിർമതിം തദർത്ഥം കുരുതേ കർമ്മ യദ്ബന്ധോ യാതി സംസൃതിം യോനുയാതി ദദത്ക്ലേശം അവിദ്യാ കർമ്മബന്ധനഃ യദ്യാസദ്ഭിപദീ പുനഃ ശിഷ്ണോദരാകൃതേദ്യമേ ആസ്ഥിതോ രമതേ ജന്തു തമോ വിശതി പൂർവവത് സത്യം ശൗചം ദയാ മൗനം ബുദ്ധി ശ്രീഹ്രീർയശാ ക്ഷമാ ശമോദമോ ഭഗശ്ചേതി യത്സംഗാദ്യാദി സംശയം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സിന്ധു മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 31. ജീവസത്തകളുടെ ചലനങ്ങളെ കുറിച്ച് കപില ഭഗവാന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 29.
സഹദേഹേന മാനേന വർദ്ധമാനേന മന്യുനാ കരോധി വിഗ്രഹം കാമി കാമിഷ്വന്തായ ചാത്മനഃ. വിവർത്തനം: ജീവസത്ത ശരീരം വളരുന്നതോടുകൂടി ആത്മാവിനെ ജയിക്കാൻ മിഥ്യാഭിമാനവും കോപവും വർദ്ധിപ്പിക്കുന്നു. തത്ഫലമായി അവനിൽ കാമാർത്ഥരായ സമാന വ്യക്തികളോട് ശത്രുത സൃഷ്ടിക്കപ്പെടുന്നു. ശ്ലോകം 30. ഭൂതൈ പഞ്ചഭിരാരബ്ധേ ദേഹേ ദേഹ്യബുധോ സകൃത് അഹം മമേത്യ സദ്ഗ്രാഹഃ കരോധി കുമതിർമതിം. വിവർത്തനം: അപ്രകാരമുള്ള അജ്ഞത നിമിത്തം ജീവാത്മാവ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഭൗതിക ശരീരം തന്നെയാണ് താനെന്ന് കരുതുന്നു. ഈ തെറ്റിദ്ധാരണ മൂലം അവൻ അസ്ഥിര വസ്തുക്കളെ അവന്റെ സ്വന്തമെന്ന പോലെ സ്വീകരിച്ച് അജ്ഞാന അന്ധകാരം അധികരിപ്പിക്കുന്നു. ശ്ലോകം 31. തദർത്ഥം കുരുതേ കർമ്മ യദ്ബന്ധോ യാതി സംസൃതിം യോനുയാതി തദത് ക്ലേശം അവിദ്യാ കർമ്മബന്ധനഃ. വിവർത്തനം: അവന്റെ സർവകുഴപ്പങ്ങൾക്കും കാരണവും അജ്ഞാനത്താലും ഫലാകാംക്ഷ കർമ്മങ്ങളാലും ബന്ധിതനായതിനാൽ അവനെ സദാ പിന്തുടരുന്നതുമായ ശരീരത്തിന്റെ രക്ഷയ്ക്കായി അനുഷ്ഠിക്കുന്ന വിവിധ കർമ്മങ്ങൾ അവനെ ആവർത്തിച്ചുള്ള ജന്യമൃതികൾക്ക് വിഷയീഭവിപ്പിക്കുന്നു. ശ്ലോകം 32. യത് സദ്ഭിപതി പുനഃശിഷ്ണോധര കൃതോദ്യമൈഃ ആസ്തിധോരമധേ ജന്തുഃ തമോ വിശതി പൂർവവത്. വിവർത്തനം: അതിനാൽ ജീവസത്ത വീണ്ടും ധർമാനുസൃതമല്ലാത്ത പാതകളിലൂടെ ലൈംഗികാസ്വാദനത്തിലും രുചികരങ്ങളായ വിഭവങ്ങൾ നൽകി അണ്ണാക്കിനെ തൃപ്തിപ്പെടുത്തുന്നതിലും മുഴുകിയിട്ടുള്ള ഇന്ദ്രിയ തൽപരരായ ആളുകളോട് സമ്പർക്കം പുലർത്തുന്ന പക്ഷം അവൻ മുമ്പത്തേതുപോലെ നരകത്തിൽ പതിക്കും. ശ്ലോകം 33. സത്യം ശൗചം ദയാ മൗനം ബുദ്ധി ശ്രീർഹ്രീര്യക്ഷമ ശമോധമോ ഭഗശ്ചേതി യത്സംഘായാതി സംക്ഷയം. വിവർത്തനം: അവൻ സത്യസന്ധത, ശുചിത്വം, കാരുണ്യം, ഗാംഭീര്യം, ആത്മീയ ബുദ്ധി, ലജ്ജ, വൈരാഗ്യം, കീർത്തി, ക്ഷമ, മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, ഭാഗ്യം ഇവയൊന്നും ഇല്ലാത്തവനായി തീരുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സിന്ധു മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ കപില ഭഗവാൻ ഒരു ശിശു ജനിച്ച ഉടനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ബാല അരിഷ്ടതകൾ, ശൈശവകാലത്ത് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. അതൊരു നിസ്സഹായ അവസ്ഥയിലാണ് എന്ന് പറയും. പിന്നീട് ബാലനായി കഴിഞ്ഞാലും അതിൻ്റെ അവസ്ഥ വ്യത്യസ്തമല്ല. ശാരീരികമായിട്ട് വളരുന്നുണ്ടെങ്കിൽ പോലും, ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അതിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അവന് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കുട്ടികൾക്ക് ചെറുപ്പകാലത്ത് കളിക്കാനാണ് ഇഷ്ടം, പക്ഷെ അതിനങ്ങനെ കളിച്ചു നടക്കാനൊന്നും സാധിക്കുന്നില്ല. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നിർബന്ധപൂർവ്വം മുതിർന്നവരുടെ നിർബന്ധത്തിന് വഴങ്ങി അതിന് ചെയ്യേണ്ടി വരും. അങ്ങനെ അതിന് വലിയ ഉത്കണ്ഠയുണ്ടാകും എന്ന് പറയും. ഉത്കണ്ഠ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകും. പിന്നീട് ബാല്യം കഴിഞ്ഞ് യവനാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ ശരീരം വളരുന്നത് കൊണ്ട് ആ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ശരീരത്തിന്റെ ആവശ്യങ്ങളും വർദ്ധിച്ചു വരുന്നു. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടി വരുന്നു. അങ്ങനെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ആ വ്യക്തി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സഹദേഹേന മാനേന വർദ്ധമാനേന മന്യുന കരോതി വിഗ്രഹം കാമി കാമിഷന്തായ ചാത്മന. ശരീരം വളരുന്നതിനനുസരിച്ച് ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളും വളരും. ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്നു. ആ ഒരു കാമം, ഭൗതികമായിട്ടുള്ള കാമം വർദ്ധിച്ചു വരുന്നു എന്ന് പറയും. ആ ഭൗതികമായിട്ടുള്ള കാമം വർദ്ധിക്കുന്നതോടുകൂടി ആ വ്യക്തി ഞാൻ ശരീരമാണ് എന്നുള്ള ചിന്തയിൽ മുഴുകി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന് പറയും.
ഈ കാമം ആ ജീവാത്മാവിന്റെ എല്ലാവിധ സ്വഭാവങ്ങളും നല്ല ഗുണങ്ങളെല്ലാം നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കരോതി വിഗ്രഹം കാമി കാമീഷ അന്തായ ജാത്മന. ആത്മാവിന്റെ സ്വഭാവങ്ങളൊക്കെ ഈ ഒരു കാമം നശിപ്പിക്കും. അല്ലെ, ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, കാമമാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നു. കാരണം കാമം നമ്മുടെ എല്ലാ സത്സ്വഭാവങ്ങളും നശിപ്പിക്കുന്നതാണ് എന്ന് പറയാം. തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ ആത്മാനം പ്രജഹിഹീനം ജ്ഞാനവിജ്ഞാനനാശനം. നമ്മുടെ ജ്ഞാനവും വിജ്ഞാനവും നശിച്ചു പോകും. ഞാൻ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സേവകനാണ് എന്നുള്ള കാര്യമൊക്കെ ജീവാത്മാവ് പൂർണ്ണമായിട്ടും നശിക്കാനുള്ള കാരണം കാമമാണ് എന്ന് പറഞ്ഞിരിക്കും. കാമാത് ക്രോധോഭിജായത. ആ വിചാരിച്ച ആഗ്രഹം, ഭൗതികമായിട്ടുള്ള ആഗ്രഹം നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് ക്രോധമുണ്ടാകും. ആ ക്രോധം തമോ ഗുണത്തിലുള്ളതാണെന്ന് പറഞ്ഞിരിക്കും. ആ തമോ ഗുണം നമ്മളെ നരകീയ അവസ്ഥകളിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ കാമത്തിനും ക്രോധത്തിനും വഴങ്ങിയ ആ ജീവാത്മാവ് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരോട് ശത്രുത പുലർത്തുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സഹദേഹേന മാനേന വർദ്ധമാനേന മന്യുന കരോതി വിഗ്രഹം കാമി കാമിഷന്തായ ചാത്മന. അപ്പൊ മുതിർന്നു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റീവ് ലൈഫിലേക്ക് കടക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റുള്ളവരോട് മത്സരിക്കുക, എന്റേതുപോലെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരോട് ശത്രുതയുണ്ടാകും. അല്ലെ, എനിക്കും അവനും ഒരേ ആഗ്രഹം, ഒരേ നേട്ടത്തിന് വേണ്ടി രണ്ടുപേരും പ്രവർത്തിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ മത്സരം ഉണ്ടാകും. അവനെ തോൽപ്പിക്കണം, അവനെ ഒന്നുകിൽ ഇല്ലാതാക്കണം എന്നൊക്കെയുള്ള മത്സര ബുദ്ധിയോടുകൂടി ജീവിക്കാൻ തുടങ്ങും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറക്കും. ഞാൻ ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ജനിച്ചിട്ടുള്ളത്, എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യമൊന്നും ചിന്തിക്കാൻ സാധിക്കാതെ മത്സര ബുദ്ധിയോടുകൂടി ജീവിച്ച് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ, പരാജിതരാക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സര ജീവിതത്തിലേക്ക് കടക്കും. മുതിർന്നു കഴിഞ്ഞാൽ മത്സരമായി മാറും ജീവിതം എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ എല്ലാം മറന്ന് മത്സര ബുദ്ധിയോടുകൂടി മറ്റുള്ളവരോട് ശത്രുത പുലർത്തിക്കൊണ്ട്, മറ്റുള്ളവരോട് അസൂയ പുലർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കാമത്താൽ ആ വ്യക്തിക്ക് കടക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. കാമാത് ക്രോധോഭിജായത. കാമം കൊണ്ട് ക്രോധവും മത്സരവും ഉണ്ടാകും. കാമം നടന്നിട്ടില്ലെങ്കിൽ ക്രോധമുണ്ടാകും. ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ലോഭമുണ്ടാകും. വീണ്ടും കൂടുതൽ നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഒരു മത്സര ജീവിതത്തിലേക്ക് ആ വ്യക്തി കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഭൂതൈ പഞ്ചഭിരാരബ്ധേ ദേഹേ ദേഹി അബുധോ അസകൃത് അഹം മമേതി അസദ്ഗ്രഹ കരോതി കുമതിർമതി. ഞാൻ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ശരീരം ഞാൻ തന്നെയാണ്. ദേഹേ ദേഹി അബുധോ അസകൃത്. ഞാനെന്ന് പറയുന്നത് ഈ ശരീരം തന്നെയാണെന്ന് വിചാരിച്ച് എല്ലാ തെറ്റായിട്ടുള്ള പ്രവൃത്തികളും ആ വ്യക്തി ചെയ്യാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. അഹം മമേതി അസദ്ഗ്രാഹ. ഞാനും എൻ്റെ ആളുകളും, അവരെ കുറിച്ച് മാത്രമേ ആ വ്യക്തിക്ക് അപ്പോൾ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനും എൻ്റെ ബന്ധുക്കളും, എൻ്റെ വീട്, എൻ്റെ കുട്ടികൾ എന്നുള്ള ചിന്തയിൽ ആ വ്യക്തി കുടുങ്ങിപ്പോകുന്നു. അഹം മമേതി അസദ്ഗ്രാഹം. നിലനിൽപ്പില്ലാത്തതിനെ സംരക്ഷണത്തിനായിട്ട് കൂട്ടുപിടിക്കും. താൽക്കാലികമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതിനൊക്കെ സ്ഥിരമാണെന്ന് കരുതി അവരൊക്കെ എന്നെ സംരക്ഷിക്കും എന്ന് വിചാരിച്ച് ഒരു മൂഢനായിട്ട് കുമതിർ, ബുദ്ധി നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. അവർക്കാർക്കും അവരെ പോലും സംരക്ഷിക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ്? അവരാരും എല്ലാ കാലത്തും നിലനിൽക്കുന്നവരല്ല. സ്വയം സംരക്ഷിക്കാൻ കഴിയാത്തവരെ നമ്മൾ സംരക്ഷകരായിട്ട് കരുതും. അങ്ങനെ വിഡ്ഢിത്തം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് അജ്ഞത മൂലം ആ വ്യക്തി കടക്കുന്നു എന്നാണ് പറയുന്നത്. തദർത്ഥം കുരുതേ കർമ്മ യദ്ബന്ധോ യാതി സംസ്കൃതി യോനുയാതി തദ ക്ലേശ അവിദ്യാ കർമ്മബന്ധനം. അങ്ങനെ ശാരീരിക ചിന്തയിൽ മുഴുകുന്ന സമയത്ത് ശരീരത്തിന് വേണ്ടി മാത്രമാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത്. അവിദ്യ, അജ്ഞാനം കൊണ്ട് ശരീരത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. ശരീരത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നമ്മളെ കൂടുതൽ ഭൗതികമായിട്ടുള്ള ബന്ധനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധൻ. ഭഗവാന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ
അത് കൂടുതൽ കർമ്മബന്ധനമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വ്യക്തി വീണ്ടും കർമ്മബന്ധനങ്ങളിൽ പെട്ടുപോകുന്നു. അവിദ്യ കൊണ്ട് ആ വ്യക്തിക്ക് യഥാർത്ഥ എഡ്യൂക്കേഷൻ എവിടെ നിന്നും കിട്ടിയില്ല. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചു, PhD ഒക്കെ എടുത്തു, വലിയ എഡ്യൂക്കേറ്റഡ് ആയി, പക്ഷെ വിദ്യ കിട്ടിയില്ല. വിദ്യ കിട്ടാത്തത് കൊണ്ട്, അവിദ്യ നയിക്കുന്നത് കൊണ്ട് ആ വ്യക്തി ഭഗവാന് വിപരീതമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്ത് വീണ്ടും കർമ്മബന്ധനത്തിൽ പെട്ടുപോകും. ഭൗതികമായിട്ട് വലിയ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് വിദ്യ ലഭിക്കാത്തത് കൊണ്ട്, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട്, ഭഗവാനെ കുറിച്ചുള്ള എഡ്യൂക്കേഷനാണ് യഥാർത്ഥത്തിലുള്ള വിദ്യ. അധ്യാത്മവിദ്യ, വിദ്യാനം, അതാണ് വിദ്യ. അത് കലിയുഗത്തിൽ എവിടെയും കിട്ടാത്തത് കൊണ്ട് ആ വ്യക്തി ഭൗതികമായിട്ട് മാത്രം ചിന്തിച്ച് വീണ്ടും കർമ്മബന്ധനങ്ങളിൽ പെട്ടുപോകുന്നു എന്നാണ് പറയുന്നത്. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, കലിയുഗത്തിൽ നമ്മളെ നയിക്കാൻ യഥാർത്ഥത്തിൽ ആരുമില്ല. ഗവൺമെന്റ് പോലും നമ്മളെ അവിദ്യയിലേക്കാണ് നയിക്കുന്നത്. നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ രാജാവാണ്, നമ്മളെ ലീഡേഴ്സാണ്. അവരെല്ലാവരും നമ്മളെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ നരകത്തിലേക്കാണ് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അന്ധായഥാന്തേർ ഉപഗീയമാണ്. ഒരു അന്ധന്റെ പുറകിൽ നടക്കുന്ന അന്ധന്മാരൊക്കെ അവസാനം പോയിട്ട് കുഴിയിൽ ചാടും. അതേപോലെ ആരും നയിക്കാനില്ലാതെ ആ വ്യക്തി അവിദ്യ കൊണ്ട് ജീവിതം തെറ്റായ രീതിയിൽ നയിക്കുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും സംസൃതിയിൽ പോയി പെടുന്നു എന്ന് പറയും. തദർത്ഥം കുരുതേ കർമ്മ യത് ബന്ധോ യാതി സംസൃതി. വീണ്ടും ജനന മരണ ചക്രത്തിലേക്ക് കടന്നു പോകുന്നു. മനുഷ്യജന്മത്തില് മാത്രമേ ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കൂ. പക്ഷെ അതിനുള്ള ആവശ്യമുള്ള എഡ്യൂക്കേഷൻ ലഭിക്കാത്തത് കൊണ്ട്, ഭക്തന്മാരുടെ സംഘം ലഭിക്കാത്തത് കൊണ്ട്, അഭക്തന്മാരുടെ സംഘത്തിലായതുകൊണ്ട് ആ വ്യക്തി തെറ്റായിട്ടുള്ള മാർഗത്തിൽ മുന്നോട്ട് പോയി നരകത്തിലേക്ക് വീണ്ടും വീഴാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യദ്യ സദ്ഭീപതി പുന ശിഷ്ണോദരാകൃതേദ്യമേ ആസ്തിദോരമതേ ജന്തു തമോ വിശതി പൂർവവത്. ആ വ്യക്തിക്ക് ഇന്ദ്രിയ തൽപരരായ ആളുകളോട് സമ്പർക്കം പുലർത്തുന്നത് കൊണ്ട്, യഥാർത്ഥ ഭക്തന്മാരുമായിട്ടുള്ള സമ്പർക്കം ലഭിക്കാത്തത് കൊണ്ട്, ഇന്ദ്രിയ തൃപ്തി മാത്രമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കരുതി ജീവിക്കുന്നവരുമായിട്ടുള്ള സംഘം കൊണ്ട് വീണ്ടും അദ്ദേഹം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. അതാണ് യഥാർത്ഥത്തിലുള്ള ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുക. നാവിനെ അതേപോലെ ജനനേന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ജീവിതമാണ് ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. അതാണ് ലൈഫ് എൻജോയ്മെന്റ് എന്ന് അവർ വിചാരിക്കുന്നത്. അതവരെ വീണ്ടും, ഈ വ്യക്തിയെ വീണ്ടും എവിടേക്ക് എത്തിക്കുമെന്ന് പറയുന്നു, ആസ്ഥിതോ രമതേ ജന്തു തമോ വിശതി. വീണ്ടും നരകത്തിലേക്ക് പോകേണ്ടി വരും. എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടിയത്. നേരത്തെ നരകങ്ങളിലൊക്കെ പോയി ശിക്ഷ അനുഭവിച്ചതാണ് ഒരുപാട് വർഷം. അതിനുശേഷം അതിന് താഴ്ന്ന തരത്തിലുള്ള ഒരു ജീവശരീരം കിട്ടി. പിന്നീട് എവല്യൂഷനിലൂടെ 84 ലക്ഷം ജീവയോനികളിലൂടെ കടന്നുപോയി വീണ്ടും അവസാനം ഒരു മനുഷ്യജന്മം കിട്ടിയതാണ്. പക്ഷെ ഭക്തന്മാരുടെ സംഘത്തിലേക്ക് വരാത്തത് കൊണ്ട്, ഈവൻ ഇവിടെ ശിലപ്രഭാതർ പറയുന്നുണ്ട്, അവര് റിലീജിയസ് ആയിരിക്കും, അവര് പുണ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും, അവർ ഏതെങ്കിലും ഒരു മതം ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവരൊന്നുകിൽ ക്രിസ്ത്യാനി ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും, മുസ്ലിം ആയിരിക്കും. അവർ പള്ളിയിൽ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ ഭക്തന്മാരുടെ, ഭഗവാനിൽ വിശ്വാസമുള്ള ഭക്തന്മാരുടെ സംഘം ലഭിക്കാത്തത് കൊണ്ട് അവർ ഇന്ദ്രിയ നിയന്ത്രണം പ്രാക്ടീസ് ചെയ്യുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞു കൊടുക്കുന്നില്ല, അമ്പലങ്ങളിലൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ക്ഷേത്രത്തിൽ പോകുന്നു, തൊഴുന്നു, തിരിച്ചു വരുന്നു. ഭക്തന്മാരുടെ സംഘമില്ലാത്തത് കൊണ്ട്, എങ്ങനെയാണ് ആത്മീയമായി ജീവിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് വീണ്ടും ആ വ്യക്തി, ഇത്രയും പ്രയാസപ്പെട്ട് ലഭിച്ച ആ മനുഷ്യ ജന്മം കിട്ടിയിട്ടും വീണ്ടും ആ വ്യക്തി നരകങ്ങളിൽ പോയി വീഴുന്നു എന്നാണ് പറയുന്നത്. ആസ്ഥിതോ രമതേ ജന്തു തമോ വിശതി. നരകത്തിലേക്ക് വീഴുന്നു. പൂർവവത്, നേരത്തെ വീണിട്ടുണ്ട്, അതേപോലെ തന്നെ വീണ്ടും ആ ചക്രത്തിലേക്ക് വീണു പോകുന്നു എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് വീഴുന്നത്? ആ ജീവാത്മാവിന്റെ എല്ലാ ക്വാളിറ്റിയും നശിക്കുന്നത് കൊണ്ടാണ്. അല്ലെ, ഒരു ജീവാത്മാവിന്റെ ക്വാളിറ്റീസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് 33ാമത്തെ ശ്ലോകത്തിൽ. സത്യം ശൗചം ദയാ മൗനം ബുദ്ധി ശ്രീ ഹ്രീ യശ ക്ഷമ ശമോദമോ ഭഗശ്ചേതി സംഘാദ്യാദി സംശയം.
അസത് സംഘം കൊണ്ട്, അഭക്തന്മാരുടെ സംഘം കൊണ്ട്, ഇന്ദ്രിയതൃപ്തിയാണ് ജീവിത ലക്ഷ്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുടെ സംഘം കൊണ്ട്, അവരുമായിട്ട് കൂട്ടുകൂടുന്നത് കൊണ്ട് ഒരു ജീവാത്മാവിന്റെ നല്ല സ്വഭാവങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്നു എന്ന് പറയും. സത്യം, ശൗചം, ദയ, മൗനം. സത്യം പാലിക്കുന്നവർ വിഡ്ഢികളാണെന്ന് അവർ പഠിപ്പിക്കും. നീ സത്യസന്ധനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നീ ഒരു വിഡ്ഢിയാണ്, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും എന്നാണ് അവർ പഠിപ്പിക്കുക. വിപരീതമായിട്ട് പഠിപ്പിക്കും. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അസത്യം പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും. അവരങ്ങനെയാണ് ജീവിക്കുന്നത്. കാരണം ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുതന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും, അല്ലേ? ശരിയായി ധാർമ്മികമായിട്ടല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ വിജയത്തിലെത്താൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എല്ലാവിധ നെഗറ്റീവ് ക്വാളിറ്റീസും നമ്മൾ ആർജിക്കുകയാണ് ചെയ്യുന്നത്. സത്യം, ശൗചം, ദയ, മൗനം, ബുദ്ധി, ശ്രീ. ഹ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ. ലജ്ജ മനുഷ്യന്റെ മാത്രം സ്വഭാവമാണ്, അല്ലെ? മനുഷ്യർക്ക് മാത്രമാണ് തെറ്റ് ചെയ്യുന്നതിൽ ലജ്ജ തോന്നുന്നത്. അത് മനുഷ്യന്റെ ഒരു നല്ല ക്വാളിറ്റിയാണ് ഹ്രീ എന്ന് പറയുന്നത്. പക്ഷെ ലജ്ജ ഇല്ലാതായാലാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഒരു ലജ്ജയും പാടില്ല, എന്ത് വേണമെങ്കിലും ചെയ്യണം. അത് മൃഗങ്ങളാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നാണമില്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്യുന്നത് മൃഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഘം കൊണ്ട് നമ്മൾ മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും മൃഗങ്ങളെ പോലെ നാണമില്ലാതെ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു യശ, ആ വ്യക്തിക്ക് യഥാർത്ഥ യശസ്സിലേക്ക് എത്താനുള്ള സാധ്യത നഷ്ടപ്പെടും. ധാർമ്മിക മാർഗത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് യശസ്സിലേക്ക് എത്താനുള്ള കഴിവ് ഭഗവാൻ നൽകും. യഥാർത്ഥ യശസ്, ഒരിക്കലും നശിക്കാത്ത യശസ് നമ്മൾക്ക് നേടാൻ സാധിക്കും. പക്ഷെ കൃത്രിമമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് ആ യശസ് നേടാനുള്ള കഴിവ് നഷ്ടപ്പെടും. നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ ബുദ്ധിശക്തി, ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റീസ് ഒക്കെ നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ശമോദമ, ഇന്ദ്രിയ നിയന്ത്രണം നഷ്ടപ്പെടും, മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടും. അങ്ങനെ ഒരു മനുഷ്യന്റെ എല്ലാ സൗഭാഗ്യങ്ങളായിട്ടുള്ള ക്വാളിറ്റീസും സൗഭാഗ്യങ്ങളായിട്ടുള്ള ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയും. ശമോദമോ ഭഗശ്ചേതി യത്സംഗാദ്യാദി സംശയം. ഭക്തന്മാരുടെ സംഘം കൊണ്ട് നമ്മുടെ നല്ല ഗുണങ്ങളെല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ജീവിതത്തിലേക്ക് വീണ്ടും ആ വ്യക്തി എത്തിച്ചേരുന്നു എന്ന് പറയും. ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യമുന മാതാജി ജപിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ